നമുക്ക് ഇംഗ്ലീഷ് PYQ സെറ്റ് ക്വസ്റ്റ്യൻ രൂപത്തിലുള്ളത് നോക്കാം. ആദ്യത്തെ ചോദ്യം ഡോണ്ട് ലുക്ക് ഡൗൺ ഡാഷ് ദ പുവർ. ഇവിടെ ആൻസർ വരുന്നത് അപ്പോൺ എന്നാണ്. അപ്പോൾ ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് പറഞ്ഞത് പുച്ഛത്തോടെ കാണുക, താഴ്ത്തിക്കെട്ടുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അതായത് ഡോണ്ട് ലുക്ക് ഡൗൺ അപ്പോൺ ദ പുവർ എന്ന് പറഞ്ഞാൽ പാവങ്ങളെ നമ്മൾ താഴ്ത്തിക്കെട്ടരുത് എന്നുള്ള അർത്ഥം വരുന്നു. അടുത്ത ചോദ്യം നോക്കാം. ദിസ് ഈസ് ഡാഷ് മൗണ്ടെയിൻ ഇൻ ദ ഏരിയ, ആർ യു ഷുവർ യു ക്യാൻ ക്ലൈംബ് ഇറ്റ്. അവിടെ ഡാഷിൻ്റെ സ്ഥാനത്ത് വരുന്നത് ദ സ്റ്റീപ്പസ്റ്റ് എന്നാണ്. ഇവിടെ സ്റ്റീപ്പസ്റ്റ് എന്നുള്ള അർത്ഥം വരുന്നത് കുത്തനെയുള്ളതാണ്. അതായത് കുത്തനെയുള്ള പർവ്വതം എന്നുള്ള അർത്ഥം വരുന്നു. ഈ പറഞ്ഞ രണ്ട് ചോദ്യത്തിന് അർത്ഥം നമുക്ക് അറിഞ്ഞിരുന്നാൽ ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ കഴിയും. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് കളക്റ്റീവ് നൗണിൻ്റെ ഭാഗത്തു നിന്നാണ്. എ ഡാഷ് ഓഫ് സെയിലേഴ്സ്, ക്രൂ ഓഫ് സെയിലേഴ്സ്. അത് പഠിച്ചു വെക്കുക. സെയിലേഴ്സ് വരുമ്പോൾ ക്രൂ ആണ് വരുന്നത്. ക്രൂ ഓഫ് സെയിലേഴ്സ് എന്ന് പറയും. ഹെർ അയൺ വിൽ ആൻഡ് ഡാഷ് കമ്മിറ്റ്മെൻറ്റ് പുട്ട് ഹെർ ഓൺ ദ ടോപ്പ്. ഇതും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് ചോദിച്ചത്. ആൻസർ വരുന്നത് അൺഫ്ലിഞ്ചിങ് എന്നാണ്. നമുക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഇതിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. അൺഫ്ലിഞ്ചിങ് എന്ന് പറഞ്ഞാൽ ധീരതയുള്ള, പിൻവാങ്ങാത്ത എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ക്വസ്റ്റ്യൻ മീനിങ് ആണ് ചോദിച്ചത്. അണ്ടർ എ ക്ലൗഡ്. അണ്ടർ എ ക്ലൗഡ് എന്ന് അതിൻ്റെ മീനിങ് ആണ് യു ആർ ഇൻ ട്രബിൾ. നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിരിക്കുക. അണ്ടർ എ ക്ലൗഡ് യു ആർ ഇൻ ട്രബിൾ.